മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആത്മീയ നിയമങ്ങളെക്കുറിച്ച്, സ്പിരിച്വൽ ലോസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 5-6 എപ്പിസോഡായിട്ട് നമ്മൾ ഇതാ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ലോ ഓഫ് തോട്ട്സ്, ലോ ഓഫ് കൺഫെഷൻ, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് റെക്കഗ്നിഷൻ, ലോ ഓഫ് പ്രോസസ്, ലോ ഓഫ് സോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ്, ലോ ഓഫ് സീഡ് ഓഫറിങ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച. ഇനിയും 3-4 എണ്ണം കൂടെ കഴിയുമ്പോൾ തീരും. ഓക്കെ, നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഒരുപാട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് പഠിച്ചു കഴിയുമ്പോൾ എൻ്റെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്ര പ്രയോജനം ഉണ്ടായിരുന്നു എന്നുള്ള. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ് ആൻഡ് ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. The law of spirit of life and law of sin and death എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിയമവും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമം. ഇത് ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എവിടെ നിന്നാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെ. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ദൈവം തൻ്റെ പുത്രനെ ജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാകുന്നു. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല. ഇതിനകത്ത് 2 നിയമങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒന്ന്, ദ ലോ ഓഫ് സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനാൽ നയിച്ചാൽ ദൈവത്തിൻ്റെ ജീവനിൽ നടക്കും. ഒന്നുകൂടെ ഞാനത് പറയാം. ലോ ഓഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിച്ചാൽ ദൈവത്തിൻ്റെ ജീവനിൽ നടക്കും. ഇനി ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്, നിങ്ങൾ ഈ ലോകത്തിലെ താല്പര്യത്തിൽ നടന്നാൽ അത് മരണത്തിലേക്കും നാശത്തിലേക്കും എത്തിച്ചേരും. നിങ്ങൾ ഈ ലോകത്തിലെ താല്പര്യത്തിൽ നടന്നാൽ അത് മരണത്തിലേക്കും നാശത്തിലേക്കും എത്തിച്ചേരും. ഇതാണ് സിമ്പിളായിട്ടുള്ള ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ് ആൻഡ് ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഇതെന്താണ് എന്നുള്ളത് ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ ആദ്യ മാതാവായിട്ടുള്ള ഹവ്വ നന്മതിന്മകളെക്കുറിച്ച് അറിവുള്ള വൃക്ഷം അതിൽ പോയിട്ട് ഫലം തിന്നു. അവർക്ക് ഫ്രീ വില്ലുണ്ടായിരുന്നു സെലക്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് അത് പോയത്. അല്ലെങ്കിൽ ഒരു യന്ത്രമനുഷ്യനായിരുന്നെങ്കിൽ അവർ പോകത്തില്ലായിരുന്നു. അവർക്കൊരു ഫ്രീ വില്ലുണ്ടായിരുന്നു. അതായത് ഹവ്വ പോയിട്ട് നന്മതിന്മകളെ അറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിന്ന് ആദാമിനും കൊടുത്തു. ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റായി. അങ്ങനെ ഡെത്ത് എൻഡേഴ്സ്, മരണം ഇവിടെ എത്തി. ശ്രദ്ധിക്കണം, പാപത്തിൻ്റെ പരിണിത ഫലമാണ് മരണം. അതുമായി ബന്ധപ്പെട്ടാണ് പെയിൻ, വേദന, സോറോ, കണ്ണുനീര്, സിക്നെസ്, ടീയേഴ്സ് എല്ലാം വരുന്നത്. ഈ സിന്നുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു സുഖം തോന്നും, ഒരു മൊമെൻ്റൽ പ്ലഷേഴ്സ്. പഴം കഴിച്ചപ്പോൾ നല്ലൊരു സുഖമായിരുന്നു അല്ലേ? അതുപോലെ ഈ സിന്നിൽ ഇൻവോൾവ് ചെയ്യുമ്പം ഭയങ്കര സുഖമാണ്. ആരും ഒന്നും തടസ്സപ്പെടുത്താനില്ലെങ്കിൽ വി ആർ ഹാപ്പി, എൻജോയിങ്. എന്നാൽ അത് കഴിയുമ്പോഴേ സാധാരണ കാണുന്ന ഒരു വിഡ്രോവൽ സിംറ്റം പോലെ വരുന്നത്. അതെന്താ അങ്ങനെ വരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ വരാനുള്ള കാര്യം, നമ്മുടെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിൽ ദൈവിക പ്രമാണം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പാപം ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉള്ളിലേക്ക് വരും. ആദ്യം മധുരിക്കും, പിന്നെ കയ്ക്കും.
നെല്ലിക്ക തിരിച്ചാണല്ലേ, ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. ഇതങ്ങനെയല്ല, ആദ്യം മധുരിക്കും പിന്നെ കഴിക്കും. അത് ഈ മധുരിക്കുന്നത് പ്ലഷേഴ്സ് ഓഫ് സിൻ ആണ്. കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ കയറിക്കൂടിയ പാപത്തിൻ്റെ അവസ്ഥകളാണ് കഴിക്കുന്നത്. അതൊരു ശരിക്കു പറഞ്ഞാൽ ഒരു പിശാചാണ്. സിന്നിനെ നൗണായിട്ട് യൂസ് ചെയ്തെടുത്തെല്ലാം തന്നെ അതൊരു പിശാചാണ്. പിശാചില്ലെങ്കിൽ പാപമില്ല. അന്നേരം പാപത്തെ ജയിച്ചാൽ പിശാചിനെ ജയിച്ചു. ഇവിടെ ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത് ആണ് ഇപ്പോഴും നമ്മൾ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ ഇട്ടിട്ടുണ്ട്. വീണ്ടും ജനിക്കപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഒരു വിളക്ക്, ദീപം കത്തിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരുടെ ഉള്ളിലൊരു വിളക്ക്, പ്രകാശം കത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനൊരു ചിന്ത, ആത്മീയമായിട്ടുള്ള ചിന്ത വരുന്നത്. അത് പാപത്തിലെ പോരാട്ടം വരുമ്പോഴേ ഉള്ളിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. ദ സ്പിരിറ്റ് വേഴ്സസ് ഫ്ലഷ്, അതാണ് യുദ്ധം. സ്പിരിറ്റ് വേഴ്സസ് ഫ്ലഷ്. അത് ഈ യുദ്ധം നടക്കുന്നത് എപ്പോഴും തന്നെ സാധാരണ മനുഷ്യർക്കല്ല നടക്കുന്നത്. കർത്താവിനെ സ്വീകരിച്ച് അവൻ്റെ മക്കളായി തീരുന്നവരുടെ ഉള്ളിലാണ് ഇത് നടക്കുന്നത്. കാരണം അവരുടെ ഉള്ളിലെ കാർണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേ ഈ ആത്മാവും ഈ കാർണൽ മാനും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുക. അതിൽ കാർണാലിറ്റി രക്ഷപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ വിജയിച്ചാൽ, വേറൊരു ഇത് പറഞ്ഞാൽ ഫ്ലഷ് വിജയിച്ചാൽ അവൻ്റെ അനോയിൻറ്റിങ് അല്ലെങ്കിൽ അവൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കീഴ്പോട്ട് 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 പോയിട്ട് പിശാചിൻ്റെ കൂടുതൽ പിടി മുറുകി 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 വരുന്ന കാണാം. അതുകൊണ്ട് ആൾക്കാരോട് നിലവിളിക്കുന്നത്. വിശ്വാസിയാ, പക്ഷേ യാതൊരു കാര്യമില്ല. ഇവിടെ റോമർ 8:14 പറയുന്നത് എ മാൻ ലെഡ് ബൈ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ദ സൺസ് ഓഫ് ഗോഡ്. ദൈവ ആത്മാവ് നടത്തുന്നവൻ, അതാണ് സ്പിരിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ആത്മാവ് നടത്തുന്നവൻ. നമ്മളെ ആത്മാവ് നടത്തുന്നുണ്ടെങ്കിലും ആത്മാവ് കേൾക്കാതെ, പറയുന്നത് കേൾക്കാതെ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് പോകാനുള്ള താല്പര്യം നമ്മൾ വർദ്ധിക്കുന്നുവെങ്കിൽ എവിടെയൊക്കെയോ ജീവിതത്തിലെ കാർണാലിറ്റി ക്രൂശിക്കപ്പെടുവാനായിട്ടുണ്ട്, ജഡീക സ്വഭാവം ക്രൂശിക്കപ്പെടുവാനായിട്ടുണ്ട്. റോമർ 8:6 പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവുമാണ്. ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവുമാണ്. അത് ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ സത്യത്തിൻ്റെ പാതയിലാണ് നടത്തുന്നത്, ലൈഫിൻ്റെ പാതയിലാണ്, ജീവൻ്റെ പാതയിലാണ് നടത്തുന്നത്. ജീവൻ മാത്രമല്ല, അബണ്ടന്റ് ലൈഫിൻ്റെ പാതയിലാണ് നടത്തുന്നത്. ഇന്ന് സഭയിൽ ധാരാളം ക്രിസ്ത്യൻസ് ഉണ്ട്. അവർ പലരും സന്തോഷമില്ലാതെ ഇരിക്കുക ക്രിസ്ത്യൻ ലൈഫിൽ. കാരണം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിന് വിധേയപ്പെട്ടിട്ടില്ല. മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ് അറിയുക പോലുമില്ല. നിങ്ങളുടെ സംഭവം പോലും അറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ അനുഗമിച്ചാൽ നമുക്ക് വലിയൊരു ശക്തി കിട്ടും. അവിടെ പെയിനും ഹാർട്ട് ബ്രേക്കും ഒക്കെ കുറയും. പ്രതികൂലങ്ങൾ വരുമ്പോൾ പാട്ട് പാടാൻ സാധ്യമാകും എന്നൊക്കെയുള്ള ചിന്തകളൊന്നും ഇല്ല. അങ്ങനെയുള്ളവർ ചിന്തിക്കാറേ ഇല്ല. ഏതെങ്കിലും നിരാശ വരുമ്പോഴേ അങ്ങ് തളർന്നു പോയി കിടക്കുന്ന അനുഭവങ്ങളാണുള്ളത്. സഹസ്രവാക്യം 16:25 ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണ വഴികളത്രേ. മരണ വഴിയുടെ പുറകെയാണ് പോകുന്നത്. ചൊവ്വായി തോന്നുന്നത് നീ പോകുന്ന വഴിയെ പോയാൽ മിക്കവാറും അത് മരണ വഴിയാണ്. മത്തായി 7:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെ ഇടുക്ക് വാതിലൂടെ അകത്ത് കടപ്പേൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകും. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്ന ചുരുക്കം മാത്രമേ. എൻ്റർ ഇൻ ടു നാരോ വേ, ഇടുങ്ങിയ വാതിൽ ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. എബ്രായർ
26 മോശ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാളും ദൈവത്തോടുകൂടി കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തതെന്ന് കാണും. മോശ റിജക്റ്റ് ചെയ്തു ദ പ്ലഷേഴ്സ് ഓഫ് സിൻ. ഈ സിന്നിനും ഫ്ലഷിനും ഒക്കെ ഒരു ലാസ്റ്റിംഗ് റിവാർഡ് ഇല്ല. കാര്യം എന്ന് വെച്ചാൽ അത് മൊമെൻ്ററി പ്ലഷറിൽ അത് അവസാനിക്കുകയാണ്. പിന്നെ അതിൻ്റെ അവസാനം ഇടുക്ക് വഴിയും നിത്യനാശവുമാണ്. എന്നാൽ ദ ലോ ഓഫ് സ്പിരിറ്റ് ഹാസ് മെയ്ഡ് ഫ്രം ദ ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത്. അതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്നാണ് ദ ലോ ഓഫ് സ്പിരിറ്റ് ഓഫ് ലൈഫ്. ഈ സിൻ ആൻഡ് ഡെത്തിൻ്റെ ലോയേക്കായും ഉത്കൃഷ്ടമായിട്ടുള്ള ഒന്നാണ്. എന്നുവെച്ചാൽ മരണത്തിലേക്കും നാശത്തിലേക്കും പാപത്തിലേക്കും മരണത്തിലേക്കും പോകുന്ന വഴി മനുഷ്യൻ എപ്പോഴും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മനുഷ്യൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു തിങ്കിങ്. എന്നാൽ ദൈവം നമുക്ക് ആത്മാവിൻ്റെ ജീവൻ്റെ പ്രമാണം തന്നിരിക്കുകയാണ്. ആത്മാവിലുള്ള ജീവൻ്റെ പ്രമാണം അത് നമ്മളെ നിത്യമായിട്ടുള്ള സന്തോഷത്തിലേക്കും അതുപോലെ പീസ് സമാധാനത്തിലേക്കും നമ്മളെ നടത്തുന്ന ഒന്നാണ്. ഇത് ഒരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ്. അതുപോലെ തന്നെ ഒരു ലോയാണ്, ഒരു സ്പിരിച്വൽ ലോയാണ്. എന്ന് പറഞ്ഞാൽ ആ സ്പിരിച്വൽ ലോൻ്റെ കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ടൊന്ന് ഡിഫൈൻ ചെയ്താൽ ഈ പാപവും മരണവും നമ്മുടെ ജീവിതങ്ങളിലെ ഒരു കെട്ടുപോലെ അല്ലെങ്കിൽ പിശാചിൻ്റെ ഒരു ഗേറ്റ് വേ പോലെ എപ്പോഴും ആയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതങ്ങൾ ഒരിക്കലും തന്നെ ആ ജീവൻ്റെ പ്രമാണത്തിൻ്റെ കീഴിലുള്ളൊരു ജീവിതമായിരിക്കുകയില്ല. ഇന്ന് വിശ്വാസ സമൂഹം എന്ന് പറയുന്ന ആളുകളിടയിൽ ഇന്ന് ഒരുപാട് പാപ അവസ്ഥകളിലുള്ള കോംപ്രമൈസസ് ഉള്ളതിനാൽ ഇന്ന് അവർക്ക് വേണ്ട രീതിയിൽ ആത്മീയമായിട്ട് മുന്നേറാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ അത്രയും നിർത്തിക്കൊണ്ട് അടുത്തൊരു ലോയിലേക്ക് പ്രവേശിക്കുകയാണ്. കാരണം പെട്ടെന്ന് പറഞ്ഞു തീർന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അതൊരു പ്രയാസമായി ഇങ്ങനെ നീണ്ടുപോയാൽ. അടുത്തത് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഗുണനം. ഇത് ഈ ലോ ഓഫ് പ്രോസസ്സിൽ നിന്ന് വ്യത്യാസമാണ്. നമ്മൾ നേരത്തെ പ്രോസസ്സിൻ്റെ ഒരു ലോ പറഞ്ഞിരുന്നു, അതിൽ നിന്ന് വ്യത്യസ്തമാണ്. മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻക്രീസ് ആകുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻക്രീസ് ആകുക എന്നുള്ള അത് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ മരിക്കുമ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ മരിക്കുമ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദ ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അതാണ്. യോഹന്നാൻ 12:24 ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. കോൺ ഓഫ് ഇറ്റ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ഹാസ് ടു ഡൈ. The corn of wheat has to multiply, it has to die. The death process is painful, but eventually brings about increase. മരണം എന്ന് പറയുന്നത് ഭയങ്കര വേദനാജനകമാണ്. എന്നാൽ അത് നമ്മളെ മൾട്ടിപ്ലിക്കേഷനിലേക്ക്, ഗുണനത്തിലേക്ക്, സമൃദ്ധിയിലേക്ക് നയിക്കും. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ യോസഫിനെ അറിയാത്ത പുതിയൊരു ഭരണാധികാരി മിസ്രൈമിൽ വന്നതിന് ശേഷം ഇസ്രായേൽ മക്കളുടെ നമ്പേഴ്സ്, അവരുടെ എണ്ണം കണ്ടിട്ട് അവർ പേടിച്ചിട്ട് അവർ വല്ലതും നമ്മളോട് യുദ്ധം ചെയ്യുമോ എന്ന് ഭയന്നിട്ട് ഫറവോന് അവരെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. ഈ പുറപ്പാട് പുസ്തകം 1-ന്റെ 12-ാം എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. അപ്പോഴവരെ പീഡിപ്പിച്ചപ്പോൾ അവർ വളർന്നു. ഈ ഫറവോന് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അറിയത്തില്ലായിരുന്നു. പീഡിപ്പിക്കുമ്പോൾ ഇങ്ങനെ വളരുന്ന ഒരു ഗ്രൂപ്പാണ് ഇതെന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അറിയത്തില്ലായിരുന്നു. ദൈവം ഇങ്ങനെ ചെയ്തത് ഒരു നല്ല അവസാനത്തിന് വേണ്ടിയാണ്. ദൈവം ഇങ്ങനെ ചെയ്തത്. ദൈവം എന്തിനാ ഇങ്ങനെ ചെയ്ത്? ഡ്യൂട്രോണമി 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 15-ാം വാക്യത്തിൽ
അവരെ മരുഭൂമിയിൽ കൂടി കൊണ്ടുവരികയും തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയും നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ യഹോവയെ നീ മറന്നു. അവരെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചത്. എന്തിനാണ്? കനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ ഡ്യൂട്രോണമി ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൽ ആദ്യം തൊട്ട് വായിക്കുമ്പോഴേ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, അവർക്ക് വേണ്ടതായിട്ട് അവരെ നന്മ കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി ദൈവം ചെയ്താണ്. അവരെ മരുഭൂമിയിൽ കൂടി നടത്തിയതും എല്ലാം ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. എന്നുവെച്ചാൽ അവസാനം നല്ലതായിരിക്കും എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പോഴേ ഈ മൾട്ടിപ്ലിക്കേഷനകത്ത് ചില സാക്രിഫൈസസ് ഉണ്ട്. അത് യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ പറയുന്നത്, വിവിധ പരീക്ഷകൾ ഏർപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു. അതിനുവേണ്ടിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് നിങ്ങളെ സഫറിങ് കൂടെ കടത്തിവിടുന്നത്. ദൈവരാജ്യം അന്വേഷിക്കുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനോട് എല്ലാ ആഡ് ഓണും ദൈവം നമുക്ക് തരികയാണ്. മരുഭൂമിയിൽ ദൈവം ഇസ്രായേലിനെ നടത്തിയപ്പോൾ വിശ്വാസം ഏത് രീതിയിലാണെന്ന് അവരെ പഠിപ്പിക്കുകയായിരുന്നു. നേരത്തെ വായിച്ചാണ് ഡ്യൂട്രോണമി 8-3 വാക്യം നേരത്തെ വായിച്ചതാണ്. അതിനകത്ത് ലിവിങ് ബൈ ഫെയ്ത്ത്, അവർ വിശ്വാസത്തിൽ നടക്കണം, വാക്കുകളാലല്ല വിശ്വാസത്തിൽ നടക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അതിന് നടക്കാൻ പറ്റാതെ വന്നവർ പെറുപിറുക്കുകയാണ്. നമ്മളും ഇതുപോലെ തന്നെ വിശ്വാസത്തിൽ ജീവിക്കണം, അതാണ് നമുക്ക് ആവശ്യം. എന്നാൽ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ നമ്മൾ കാഴ്ചയാൽ ജീവിക്കുന്ന രീതിയിലാണ്. നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്നത് ജോലിയും ബാങ്ക് ബാലൻസും അല്ല. മൊർദെഖായി എസ്തേറിനോട് പറഞ്ഞതുപോലെ, നീ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേറെ വഴിയിൽ നിന്ന് വന്നു ചേരും. അതാണ് വിശ്വാസം. എനിക്ക് ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ നെഗറ്റീവായാലും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് അത് എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴേ ഈ ലോകത്തെ ജയിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. ഇൻ ദിസ് വേൾഡ് ദെയർ ആർ പ്രോബ്ലംസ്, ബട്ട് ലിവിങ് ബൈ ഫെയ്ത്ത് വി ക്യാൻ ഹാവ് വിക്ടറി ഓഫ് ജീസസ്. യേശുവിൻ്റെ വലിയ വിജയം നമുക്ക് വരുന്നത് വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ്. 1 യോഹന്നാൻ 5:4-5 വാക്യങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പം ലോകത്തെ ജയിക്കുന്ന ജയം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. യേശു ദൈവത്തിനെന്ന് വിശ്വസിക്കാൻ അല്ലാതെ ആരാവുന്നു ലോകത്തെ ജയിക്കുന്നത്? വിശ്വാസത്തിൽ ജീവിക്കാൻ ഇന്ന് ക്രിസ്ത്യൻസിന് അറിയില്ല. ഈ വിശ്വാസം ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ദൈവവചന പ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ വി സ്റ്റാർട്ട് എക്സ്പീരിയൻസ് ഇൻക്രീസ് ഇൻ എവരി വേ. എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ ഒരു വർധനവ് വരും, ഒരു മൾട്ടിപ്ലിക്കേഷൻ വരും ദൈവവചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോൾ. അതാണ് ആത്മീയ നിയമം പറയുന്നത്. ഈ ദൈവവചനപ്രകാരം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ സഫർ ചെയ്യും, ഈ ലോകത്തിലെ കാര്യങ്ങളിൽ നമ്മൾ മരിക്കും. അപ്പോൾ അവിടെ ഒരു വർധനവുണ്ടാകും. ഇത് പീഡനത്തിൻ്റെ, സഫറിങ്ങിൻ്റെ വേറൊരു സൈഡാണ്. റോമർ 5:3 പറയുന്ന പോലെ നമ്മൾ കഷ്ടങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഗ്ലോറിഫൈ ചെയ്യും, മൗത്തീകരിക്കപ്പെടും. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയ്ക്കും ഉളവാക്കുന്നു എന്ന് മനസ്സിലാക്കി കഷ്ടങ്ങളിലും നമ്മൾ പ്രശംസിക്കുന്നു. സങ്കീർത്തനം 66:10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ അതിനകത്ത് കുറച്ച് ട്രയൽസിൽ കൂടി കടത്തി വിടുകയാണ്. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതി കഴിക്കാൻ പോലെ നീ ഞങ്ങളെ ഊതി കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ ഏർപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഇതെല്ലാം കഷ്ടതയിൽ കൂടി കടന്ന്, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. The way to wealthy place is the trials of life. The law of multiplication means dying. ഈ ലോകത്തിൽ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. This law is opposite to the worldly law. ഈ ലോകത്തിൻ്റെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണിത്.
ഈ ലോകത്തിൽ തന്നെ ജീവനെ കണ്ടെത്തിയാൽ അതിനെ കളയും, ഈ ലോകത്തിൽ തന്നെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അതാണ് ഹെവൻലി ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. കാരണം ഗോതമ്പ് മണി ചത്തു എങ്കിൽ ഫലം കായ്ക്കും. ഇതിന് വേറൊരു ചിന്തയെ കൂടി ഇതുമായിട്ട് ചേർന്ന് ചിന്തിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇതിനോട് ചേർന്നുള്ള ചിന്തയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതാണ് വി ആർ ഹ്യൂമൻ ബീയിങ്, അല്ലേ? നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് വി ആർ ഹ്യൂമൻ ബീയിങ്. എന്നാൽ ആ ചിന്ത ഒന്ന് മാറ്റണം. വി ആർ സ്പിരിച്വൽ ബീയിങ് ഇൻ എ ഹ്യൂമൻ ബോഡി. നമ്മൾ ആത്മീയ രൂപിയാണ് ഒരു ശരീരത്തിലിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തിനാ പ്രാധാന്യം? ആത്മാവിനാണ് പ്രാധാന്യം. അവിടെയാണ് നമ്മുടെ റിച്ചസ്, അവിടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ആത്മീയ മണ്ഡലങ്ങളാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ ഒരു ജഡത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു വ്യക്തി, ആത്മാവിനെ പ്രാപിച്ചൊരു വ്യക്തി എന്ന് പറയുന്നതിനേക്കാളും പ്രസക്തിയുള്ളത് നമ്മളൊരു ആത്മീയ രൂപിയാണ് ഈ റലത്തിൽ, ഈ മനുഷ്യറലത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ റെലവൻ്റ് ആയിട്ടുള്ളത്. കാരണം നിങ്ങൾ ഒരിക്കൽ ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ ജനിച്ചതാണ്, അല്ലേ? ആ മനുഷ്യനായിട്ട് ജനിച്ചപ്പോൾ ഈ ലോകത്തിലൊരു ജീവിയായിരുന്നു നിങ്ങൾ. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലായപ്പോൾ, നിങ്ങൾ ആത്മീയ രൂപിയായി ഈ ലോകത്തിൽ നിങ്ങളെ ഇട്ടിരിക്കുന്നു. ആ രീതി നിങ്ങൾ ചിന്തിച്ചോടെ. അങ്ങനെ ചിന്തിച്ചാൽ പോലും, ആ ഒരു ചിന്ത വന്നാൽ പോലും, നിങ്ങൾ 50% കൂടുതൽ നിങ്ങൾ പാപത്തിനോട് പോരാടുന്നതിൽ നിങ്ങൾ ജയമെടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ കൂടി കടന്നു പോകണമെങ്കിൽ, വർധനവിൻ്റെ അനുഭവത്തിൽ കടന്നു പോകണമെങ്കിൽ, നിങ്ങൾ നുറുങ്ങുകയും നിങ്ങൾ ഇല്ലാതെയായി തീരുകയും ചെയ്യണം. നിങ്ങൾ എപ്പോഴും ഇല്ലാതെയായിത്തീരുന്നോ, നുറുങ്ങുന്നോ, അവിടെ വർധനവ് വരും. ഐ വാണ്ട് ടു ബി പ്രൗഡ്, ഞാൻ പ്രൗഡായിട്ടിരുന്നോളാം, ഞാൻ ഇതുപോലെ ഇരുന്നോളാം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ദെയർ വോണ്ട് ബി എനി ഇൻക്രീസ്. ഇന്ന് 2 ലോസാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആദ്യം പറഞ്ഞത് ലോ ഓഫ് സിൻ ആൻഡ് ഡെത്ത് ആൻഡ് ലോ ഓഫ് സ്പിരിറ്റ് ആൻഡ് ലൈഫ്, അതാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ദ ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, ഗുണനത്തിൻ്റേതായിട്ടുള്ള ദ ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഈ 2 എണ്ണമാണ് ഇന്ന് പറഞ്ഞത്. തീർച്ചയായും ഇത് രണ്ടും തന്നെ സ്പിരിച്വൽ ലോസിനകത്തുള്ള നിയമങ്ങളിലുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ വളരണമെങ്കിൽ, ആത്മീയ ജീവിതത്തിലെ ദൈവത്തിൻ്റെ സ്ഥലത്തിൽ വളരണമെങ്കിൽ നമ്മൾ ഇല്ലാതെയാവണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ സ്പിരിച്വൽ ലോസൊക്കെ പഠിക്കുമ്പോഴേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളെ ഇമ്പാക്റ്റ് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ സെൽഫും ഞങ്ങൾ ഈ ലോകത്തിലുള്ള കാർണാലിറ്റിയും എല്ലാം ഒന്ന് ക്രൂശിക്കപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണം. ആത്മീയ മണ്ഡലത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ആത്മീയ രൂപികളാണ്. ഈ ലോകത്തിലെ ഞങ്ങളെ ജഡത്തിലിങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഒരു ശരീരത്തിൽ ഇട്ടിരിക്കുകയാണെന്ന് ചിന്തിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കുക, ഇടവരുത്തുകയും ചെയ്യണം. അത് ഞങ്ങളെ ഒരുപാട് രൂപാന്തരപ്പെടുത്തുകയും വ്യത്യാസപ്പെടുത്തുകയും ചെയ്യും. ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വരട്ടെ. നിൻ്റെ ആത്മാവിൻ്റെ ജീവൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണം. അതനുസരിച്ച് കർത്താവെ ഞങ്ങൾ ഇല്ലാതെയായി തീരുമ്പോഴേ ഞങ്ങൾ വർദ്ധിച്ചു വരും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും ഇന്നത്തെ ചിന്തകൾ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിയാകുമ്പോൾ നിങ്ങളുടെ ഡിവൈസ് ഇത് കിട്ടുന്നുണ്ട്. നിങ്ങളിത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാവുന്നതാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.